ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മരിയൻസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് വളരെയധികം എളുപ്പവും അതേപോലെ തന്നെ സദ്യ സാമ്പാറിൻ്റെ അതേ രുചിയായിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു സാമ്പാറാണ്. സാധാരണ നമ്മൾ സാമ്പാറെല്ലാം സമയമിട്ട് എടുക്കുന്നത് ചിലപ്പോൾ ഓണത്തിന് മാത്രമായിരിക്കുമല്ലോ, അല്ലാത്ത സമയത്ത് നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന സാമ്പാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ സാമ്പാർ പരിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ കളറിൽ വാങ്ങിക്കാൻ കിട്ടും. അതാകുമ്പോൾ കുറച്ചധികം സമയം വേണ്ടി വരും വേവാനായിട്ട്. 2-3 വിസിൽ വേണം. ഇതാവുമ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളോട് കൂടി തന്നെ ഈ പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എക്സ്ട്രാ സമയമൊന്നും നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു കപ്പിൽ 1 കപ്പ് പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. അത് ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പരിപ്പ് കുറച്ച് കൂടുതൽ എടുക്കണം, അപ്പോഴാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പരിപ്പാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് സവാളയാണ്. ഞാനിവിടെ 2 മീഡിയം വലുപ്പമുള്ള സവാള ഇതേമാതിരി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുക്കറിനിട്ട് അടിച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. അതേപോലെ തന്നെ 2-3 പച്ചമുളകും വേണം. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 4 പീസാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഇങ്ങനെ വെട്ടി വെച്ചതാണ്. അതേപോലെ തന്നെ പച്ചമുളകും. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, എങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് എടുത്ത്. സാധാരണ മാർക്കറ്റിൽ നല്ല നീളത്തിലുള്ള സാമ്പാർ മുളക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതായാലും നിങ്ങൾ 2 എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ആ കൂടി 3 കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയൊരു പീസ് ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായോ അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ എപ്പോഴും കുക്കറിൽ സാമ്പാർ വെക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന കഷ്ണങ്ങൾ എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ച് മത്തങ്ങയൊക്കെ എടുക്കാണ്ടിരിക്കുക. അതാകുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അതേപോലെ തന്നെ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ് സാമ്പാറിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതേപോലെ അധികം ഉടഞ്ഞു പോവാത്ത കഷ്ണങ്ങൾ വേണം സാമ്പാറിന് എടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്തോട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കായംപൊടിയാണ്. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ കായംപൊടിയാണ് എടുത്തിരിക്കുന്നത്. കായംപൊടി ഏകദേശം 1-2 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അതല്ലെങ്കിൽ മുഴുവൻ കായ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കായത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്താലും മതി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പരിപ്പ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് സാമ്പാർ വേവിക്കാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് ലെവലായിട്ട് വേണം ഇതിനകത്ത് വെള്ളം എടുക്കാനായിട്ട്. വെള്ളം ഒരിക്കലും കൂടിപ്പോരുത്. അപ്പോൾ ഇതിനകത്തോട്ട് ആദ്യം പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് ഉടഞ്ഞു പോവാത്ത കഷ്ണങ്ങൾ. പിന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുളകും അതേമാതിരി ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കുക. കായംപൊടി ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസ് കായായാലും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരിക്കലും വെള്ളം കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ സാമ്പാറിന് അതിൻ്റെ ഒരു ടേസ്റ്റോ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ഇനി ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിലാണ് വരുത്തുന്നത്. അതിനുശേഷം എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ എയറെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ സിമ്മിലിട്ടിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ വെള്ളം അധികം ഇല്ല കേട്ടോ. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം കറക്റ്റാണ്. കണ്ടോ, ഒരുപാട് വെള്ളമായിട്ട് ഇത് വരുന്നില്ല. ഇത് ഞാനിപ്പോൾ തീ സിമ്മിലിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഏകദേശം 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ളതും ഒരു ചെറിയൊരു തക്കാളി, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് വെണ്ടക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മുരിങ്ങക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 4 വെണ്ടക്കായ മതിയായിരിക്കും. അതേപോലെ തന്നെ 1-2 മുരിങ്ങക്കായും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തള വന്ന് തുടങ്ങുന്നതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ സിമ്മിലിട്ടതിന് കാരണം ആ ഒരു ചൂട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ചെറിയൊരു തളയും വരുന്നുണ്ട് ഇതിനകത്തോട്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 1.5 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു വെണ്ടക്കായും തക്കാളിയും എല്ലാം അല്ലെങ്കിൽ മുരിങ്ങക്കായ ചേർക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ വിസിൽ വരുത്തേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിവെള്ളം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പുളിക്ക് മധുരമാണോ അത് പുളിയാണോ നോക്കിയിട്ട് വേണം
പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഈസ്റ്റേൻ്റെ ബ്രാഹ്മിൻ സാമ്പാർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ട് സാമ്പാർ റെഡിയായി വരുമ്പോഴേക്കും നമുക്കിത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണം. ഇവിടെ സാമ്പാർ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്പൂണിലാണ് ഞാൻ സാമ്പാർ പൗഡർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സാധാ ടേബിൾ സ്പൂൺ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 4 5 എടുക്കുക. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഡൈല്യൂട്ട് ആക്കണം. നേരിട്ട് നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അതായത് സാമ്പാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതേപോലെ ഡൈല്യൂട്ട് ആക്കിയിട്ട് വേണം ചേർക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച് പോകും. നേരിട്ട് സാമ്പാറിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ. ഇനി ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് സാമ്പാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല, കാരണം ഒരുപാട് ലൂസായി പോകും സാമ്പാർ. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ എപ്പോഴും സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സാമ്പാറിൻ്റെ കളറെല്ലാം മാറേണ്ടത് കാണാം. ഒരു സദ്യ സാമ്പാറിൻ്റെ ഒരു കളറെല്ലാം വന്നു. അതേമാതിരി തന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അതേപോലെ തന്നെ ഈസ്റ്റേൻ്റെ സാമ്പാർ പൗഡർ ആയ കാരണം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെള്ളമാണെങ്കിൽ കറക്റ്റ് പരുവമാണ്. കഷ്ണവും പരിപ്പും വെള്ളം എല്ലാം കൂടി ഒരുമിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാച്ചിയെടുക്കാനായിട്ട് എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. സാമ്പാറൊക്കെ കാച്ചാനായിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതിനകത്തോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്തിട്ട് വേണം കടുക് ചേർത്ത് കൊടുക്കാൻ. അതായത് ചൂടായി വന്നിട്ട് വേണം കടുക് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. കയ്യിലിട്ട് ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അതിനകത്തോട്ട് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്ത് സാമ്പാറിനകത്തോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ നമ്മളിവിടെ താളിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല, തീ ഓഫ് ചെയ്തിടാം. പിന്നെ ഇത് തണുക്കും തോറും ഇച്ചിരി കട്ടിയാവും സാമ്പാർ. പിന്നെ ഞങ്ങളുടെ നാട്ടിലെല്ലാം കാച്ചിയ പാത്രത്തിനകത്തോട്ട് കുറച്ച് സാമ്പാർ ഒഴിച്ച് ചുറ്റിച്ചെടുക്കുന്ന ഒരു പതിവുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ ചെയ്യാവുന്ന വളരെ ഈസിയും അതേമാതിരി തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സാമ്പാറിൻ്റെ ഒരു സ്മെല്ലും രുചിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം.